ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് യൂട്യൂബിൽ വന്നിട്ടുള്ള പുതിയ 4 അപ്ഡേറ്റിനെ കുറിച്ചിട്ടാണ്. ഒരു ക്രിയേറ്റർ ആണെങ്കിൽ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കേണ്ട അപ്ഡേറ്റ് ആണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത്തരത്തിൽ യൂട്യൂബ് ഓരോ അപ്ഡേറ്റ് കൊണ്ടുവരുമ്പോൾ ക്രിയേറ്റർ ആയിട്ടുള്ളവർ അറിഞ്ഞിരിക്കണം. എന്താന്ന് വെച്ചാൽ ഒരുപാട് പേര് ഇൻസ്റ്റാഗ്രാമിൽ വന്നിട്ട് മെസ്സേജ് അയക്കുമ്പോൾ ആഡ്സൻസിന്റെ പേജ് മാറിയിട്ടുണ്ട്, ബ്ലാക്ക് കളറിൽ കാണുന്നത് നീല കളറിൽ കാണുന്നില്ല, ബ്ലൂ കളർ ആ ഒരു പേജ് വരുന്നില്ല, അതിന്റെ അപ്ഡേറ്റ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. എന്റെ ചാനൽ സബ്സ്ക്രൈബ് കൊണ്ട് ഹൈഡ് ചെയ്യാൻ പറ്റുന്നില്ല, എന്തോ ഒരു സെറ്റിംഗ്സിൽ മിസ്റ്റേക്ക് ആയതാണ്, എന്റെ കയ്യിൽ നിന്ന് എന്തോ തട്ടിപ്പോയതാണ് തോന്നുന്നു, ഒന്ന് ചെക്ക് ചെയ്യണം. അതിന്റെ അപ്ഡേറ്റ് നമ്മൾ പറഞ്ഞതാണ്. സബ്സ്ക്രൈബ് കൊണ്ട് ഹൈഡ് ചെയ്യാനുള്ള ഓപ്ഷൻ എടുത്തു കളഞ്ഞു, അതുകൊണ്ട് ആർക്കും കിട്ടുന്നതല്ല എന്നൊക്കെ നമ്മൾ മുമ്പ് അപ്ഡേറ്റിൽ പറഞ്ഞാണ്. എന്റെ സ്ഥിരം വ്യൂവേഴ്സ് ആയിട്ടുള്ള നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഓരോ അപ്ഡേറ്റ് വരുമ്പോഴും ഞാൻ അത് പറഞ്ഞു തരിക വഴി നിങ്ങൾക്കറിയാം. ഇത് അറിയാത്ത വീഡിയോസ് കാണാതെ ഇൻസ്റ്റാഗ്രാമിൽ വന്നിട്ട് ഒരുപാട് പേര് ഇത്തരത്തിൽ ചോദിക്കാറുണ്ട്. അപ്പൊ അവരോട് ഞാൻ വീഡിയോ അപ്ഡേറ്റ് പറഞ്ഞാണ്. ഇടയ്ക്കൊക്കെ നമ്മുടെ വീഡിയോസ് അപ്ഡേറ്റ് എങ്കിലും നോക്കും. മറ്റുള്ള വീഡിയോസ് മോട്ടിവേഷൻ വീഡിയോസ് ഒക്കെ ചെയ്യുമ്പോൾ കണ്ടില്ലെങ്കിലും അപ്ഡേറ്റ് വരുമ്പോൾ മിസ് ചെയ്യാണ്ട് കാണണേ എന്ന് പറയാറുണ്ട്. അത് ഇതൊക്കെ കൊണ്ടാണ് ഇങ്ങനെ ഓരോ മാറ്റങ്ങൾ വരുമ്പോൾ അറിഞ്ഞ് പ്രവർത്തിക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ ഞാൻ അപ്ഡേറ്റ് പറയുന്നതിന് മുമ്പ് കുറച്ച് ചെറിയ കാര്യങ്ങൾ പറയുന്നതായിരിക്കും. ഞാൻ കമ്മ്യൂണിറ്റി ടാബിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മുടെ ഫാമിലിയിൽപ്പെട്ട ഒരാൾ തന്നെയാണ് എനിക്ക് ഈ ഒരു GoPro Hero 9 ആണ് കേട്ടോ. എന്താന്ന് വെച്ചാൽ അദ്ദേഹം എനിക്ക് കൊണ്ട് തന്നതാണ്. ക്യാഷിന് തന്നെയാണ്, ഫ്രീ ആയിട്ടല്ല. എന്നിരുന്നാലും അദ്ദേഹം എഫേർട്ട് ചെയ്ത്, അതായത് മലപ്പുറം എവിടെ നിന്നാണ്, തിരൂര്. ഓക്കെ, മലപ്പുറം തിരൂരിൽ നിന്നാണ് അദ്ദേഹം ഇത്രയും ലോങ് ഡ്രൈവ് ചെയ്ത്, അതായത് ഇദ്ദേഹം എനിക്ക് തന്നത് ഇക്കയുടെ നമ്മുടെ ഫാമിലിയിലുള്ള ആർക്കെങ്കിലും സെയിൽ ചെയ്യണം എന്ന് പറഞ്ഞിട്ടാണ് തന്നത് കേട്ടോ. സെയിൽ ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാല് ആർക്കെങ്കിലും വേണോന്ന് ചോദിക്കും. പക്ഷെ ഞാൻ ഇത് ആഗ്രഹിച്ചിട്ട് വർഷങ്ങളോളമായി, ഒന്ന് നേടണം എന്ന് വിചാരിച്ചിട്ട് വർഷങ്ങളോളം. എന്റെ ഭയങ്കര ഒരു ഡ്രീം ആയിരുന്നു. ഷൂട്ട് ചെയ്യോ ഇല്ലയോ, പക്ഷെ നമ്മുടെ ഒരു ആഗ്രഹം നമ്മൾ സഫലീകരിക്കാൻ വേണ്ടി ഇങ്ങനെ വിമ്പിക്കൊണ്ട് ഇങ്ങനെ നിന്നുകൊണ്ടേയിരിക്കുന്ന സമയത്താണ് ഈ ബ്രോ എന്നോട് സെയിൽ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് വന്നതും. ഞാൻ സംസാരിച്ചു, സെയിൽ ചെയ്യാൻ കുഴപ്പമില്ല, എനിക്കും ഇതൊരു ആഗ്രഹമായിരുന്നു. ഇക്കാക്ക് ആഗ്രഹമാണെങ്കിൽ പിന്നെ ഞാൻ എവിടെയും സെയിൽ ചെയ്യാനുള്ള ഇക്കാക്ക് തന്നെ ആ പറഞ്ഞ നിമിഷം വിത്തിൻ അരമണിക്കൂറിന്റെ ഉള്ളിൽ തന്നെ അദ്ദേഹം പുറപ്പെടുകയും വീട്ടിലോട്ട് വരികയും ഉമ്മയും വാപ്പയായിട്ട് സംസാരിച്ചു. റാഹത്തായി, എല്ലാ കാര്യങ്ങളും വളരെ ഭംഗിയായി. ആ ബ്രോയ്ക്ക് ഭയങ്കര ഇഷ്ടമായി. അവിടെ എനിക്ക് ഏറ്റവും വലിയ ഒരു സന്തോഷം തോന്നിയത് അത്രയും ദൂരം 110 കിലോമീറ്റർ 111 കിലോമീറ്റർ ബൈക്ക് ഓടിച്ച് ഇവിടെ വന്ന് എന്നെ കണ്ടു, എന്റെ കയ്യിൽ സലാമൊക്കെ തന്നു, എനിക്ക് ഈ ഒരു സാധനവും അതിന്റെ ആക്സസറീസും ഒക്കെ തന്നു. ഓക്കെ, അപ്പോൾ കുറച്ച് ഫിനാൻഷ്യൽ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് ഞാനൊന്ന് ഹെൽപ്പ് ചെയ്തു അദ്ദേഹത്തെ. അത് ഹെൽപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം ശരിക്കും പറഞ്ഞാൽ ഇത് ഒരു OLX ഇട്ടിട്ട് അദ്ദേഹത്തിന് നല്ല പ്രൈസ് കിട്ടുമായിരുന്നു. പക്ഷെ എന്നിട്ടും ഞാൻ പറഞ്ഞ ആ ഒരു വാക്കിന്റെ ഒരു അടിസ്ഥാനത്തിൽ ആ ബ്രോ വരികയും എന്നോടുള്ള സ്നേഹം, നിങ്ങൾ ഓരോരുത്തരും കാണിക്കുന്ന ആ ഒരു സ്നേഹത്തിന്റെ പേരിൽ തന്നെ അദ്ദേഹം എന്റെ മേലുള്ള ആ ഒരു സ്നേഹം കാണിക്കുകയും അദ്ദേഹം ഈ ഒരു സാധനം തരികയും, എൻ്റെ ഒരു സ്വപ്നം, എൻ്റെ ഒരു ഡ്രീമും കൂടി ആണെന്ന് അറിഞ്ഞപ്പോൾ അദ്ദേഹം പിന്നെ ഇരുന്നില്ല, വീട്ടിൽ ഉടനെ വരികയാണ് ചെയ്തത്. ഓക്കെ, അപ്പൊ എനിക്ക് വളരെ സന്തോഷം തോന്നി. അദ്ദേഹത്തിന്റെ ചാനൽ ലിങ്ക് നന്ദി സൂചകമായി ഞാൻ കമന്റായി പിൻ ചെയ്യുന്നുണ്ട്. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. നമുക്ക് അതൊക്കെ തന്നെയാണ് നമ്മുടെ ഫാമിലിയിലുള്ള ഓരോരുത്തർക്കും കൊടുക്കാൻ കഴിയുക. അതുകൊണ്ടാണ്. അപ്പോൾ അത് എനിക്ക് ഏറ്റവും വലിയ സന്തോഷം തോന്നി. അത്രയും കിലോമീറ്റർ ഓടിച്ചിട്ട് ഇവിടെ വന്ന് എനിക്ക് ഈ സാധനം തരികയും ഇതിന്റെ ഓരോ കാര്യങ്ങൾ എനിക്ക് ഇതിനെ കുറിച്ചൊന്നും അറിയില്ലായിരുന്നു. ഞാൻ ഒരുപാട് കമ്പാരിസൺ കണ്ടിട്ടുണ്ട്. അപ്പൊ 10ഉം ഈ ഒരു 9ഉം ഒരേപോലെ തന്നെയാണ്. കുറച്ചുകൂടി ക്ലാരിറ്റി 10ലാണ് ഉള്ളത്. അപ്പോൾ എന്തായാലും ആ ബ്രോയ്ക്ക് ഫിനാൻഷ്യൽ ബുദ്ധിമുട്ടുള്ളത് കൊണ്ടും അതുപോലെ തന്നെ ആ കാര്യങ്ങളൊക്കെ ഒന്ന് തരണം ചെയ്യാൻ വേണ്ടിയിട്ടും ഞാൻ തന്നെ അത് വാങ്ങി ഒന്ന് ഹെൽപ്പ് ചെയ്തു. അതേപോലെ തന്നെ ഇത് ഫാമിലിയോടൊന്ന് ഞാൻ പറയാമെന്ന് കമ്മ്യൂണിറ്റി ടാബിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതിലൂടെ ഞാൻ എന്തായാലും ഷമീർ ടാക്സ് എന്ന് പറയുന്ന ചാനലിലേക്ക് വീഡിയോസ് ഒക്കെ എടുക്കാമെന്നുള്ള ഉദ്ദേശത്തിലാണ്. പക്ഷെ എൻ്റെ ഇപ്പോഴുള്ള മൊബൈൽ നല്ല മൊബൈലാണ്, അതിലും എനിക്ക് എടുക്കാൻ പറ്റും. പക്ഷെ ഇതൊരു ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു. ഇത് ഇറങ്ങിയ സമയം, ഇത് 9 ഇറങ്ങിയപ്പോഴും 10 ഇറങ്ങിയപ്പോഴൊക്കെ ആഗ്രഹം തന്നെ, ഇതൊന്ന് വാങ്ങണം എന്ന് പറഞ്ഞിട്ട്. ഇത് ഒരുപാട് പേർക്ക് ഇതുപോലെ ആഗ്രഹം ഉണ്ടാവും, ഇതൊന്ന് വാങ്ങിയാൽ കൊള്ളാം എന്നുള്ള ആഗ്രഹം ഉണ്ടാവും. എന്തായാലും സഫലമാവും. കുറച്ച് വെയിറ്റ് ചെയ്യുക, എടുത്തുചാടിയിട്ടൊന്നും ചെയ്യണ്ട. ഞാൻ എടുത്തുചാടി ഇതൊക്കെ ഇറങ്ങിയപ്പോൾ 9 ഇറങ്ങിയ ശേഷം 10 ഇറങ്ങി, എന്നിട്ട് ഞാൻ എടുത്തുചാടി 10 ഇതൊന്നും എടുത്തില്ല. ഇതൊരു ടൈം ഉണ്ട്, ഇതിനൊക്കെ ഓരോ ടൈം ഉണ്ട്. നമ്മുടെ ആഗ്രഹം സഫലീകരിക്കാൻ നമുക്ക് ടൈം ഉണ്ട്. നമ്മൾ ഒന്ന് വെയിറ്റ് ചെയ്താൽ മതി. ആ ഒരു ആഗ്രഹത്തിന്റെ ടൈം നമുക്ക് വന്നു ചേരുമ്പോൾ ഈ വക കാര്യങ്ങളെല്ലാം നമ്മുടെ അടുത്ത് വരും. ഓക്കെ, അപ്പൊ ആ ഒരു സുഹൃത്തിന്റെ ഫോട്ടോസൊക്കെ ഞാൻ ഇപ്പോൾ കാണിച്ചിട്ടുണ്ട്, നിങ്ങളുടെ കയ്യിൽ എവിടെ വന്നിട്ടുണ്ടായിരുന്നു അദ്ദേഹം. അതിന്റെ ഞാൻ കമ്മ്യൂണിറ്റി ടാബിൽ ഇട്ട് തന്നെയാണ്. അപ്പൊ വീഡിയോസ് ഒന്നും എടുത്തില്ല, അദ്ദേഹം ഒരു ഫോട്ടോസ് എടുത്തു, അത്തരത്തിലാണ് പോയത്. ട്രാവൽ വീഡിയോസ് ചെയ്യുന്നതാണ്. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യട്ടെ, ഒന്നും കൂടി പറയണേ. അപ്പൊ നമുക്ക് നേരെ അപ്ഡേറ്റിലേക്ക് പോകാം. ആദ്യത്തെ അപ്ഡേറ്റ് വന്നിരിക്കുന്നത് യൂട്യൂബ് പാർട്ട്ണർ മാനേജർ. അതായത് ഈ ഒരു ഓപ്ഷൻ ഒരുപാട് പേർക്ക് വന്നിട്ടുണ്ട്. യൂട്യൂബ് പാർട്ട്ണർ മാനേജർ എന്ന് പറഞ്ഞിട്ടുള്ള ഇമെയിൽ വന്നിട്ടുണ്ട്. അതിൽ തന്നെ
കോണ്ടാക്ട് ചെയ്യേണ്ട ഒരു ഇമെയിലും കൂടിയുണ്ട്. അതിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ ചാനലിന്റെ ഓരോ കാര്യങ്ങൾ ചെക്ക് ചെയ്യാനും ഓരോ കാര്യങ്ങൾ നോക്കി കാണാനും നിങ്ങളെ സഹായിക്കുന്ന ഒരു മാനേജറിന് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അതിൽ തന്നെ കോണ്ടാക്ട് കാര്യങ്ങൾ ആ മെയിലില് നിങ്ങൾക്ക് മെയിൽ വന്നിട്ടുണ്ടെങ്കിൽ അതിൽ കൂടെ തന്നെ നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യണതിന്റെ ആ ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ടാവും. ഓക്കെ, അപ്പൊ ഈ ഒരു മെയിൽ എനിക്ക് വന്നിട്ടില്ല. നമ്മുടെ ചാനലിലുള്ള, അതായത് നമ്മുടെ ഫാമിലിയിലുള്ള വലിയ വലിയ യൂട്യൂബേഴ്സും 1,60,000 ഒക്കെ ആയവർക്കൊക്കെ വന്നിട്ടുണ്ട്. ഓരോരുത്തർക്ക് വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. അപ്പൊ അത് കിട്ടുമ്പോൾ നമ്മുടെ ചാനലിന് സഹായകരമാണ്. ഓരോ ഡൗട്ടൊക്കെ വരുമ്പോൾ നിങ്ങൾക്ക് ഡയറക്റ്റ് ചോദിക്കാൻ പറ്റുകയും 1,00,000 ആയവർക്കാണ് കൂടുതൽ കിട്ടുന്നത്, 1,00,000 എബോ ആയവർക്കാണ് കൂടുതൽ ഇത് കിട്ടുന്നത്. ബാക്കിയുള്ളവർക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ കിട്ടുമ്പോൾ എന്തായാലും വരുമ്പോൾ ഓരോരുത്തർക്ക് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അതിന്റെ കാര്യങ്ങൾ നമ്മളുമായിട്ട് സംസാരിക്കുമ്പോൾ അത് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അതാണ് ആദ്യത്തെ. ഇനി രണ്ടാമത്തെ അപ്ഡേറ്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്, അത് അറിഞ്ഞിരിക്കണം. സാധാരണഗതിയിൽ 6 മാസം ചാനലിൽ ഒരു ആക്റ്റീവായിട്ട് ഇരിക്കാത്തവരുടെ ചാനൽ ഇനാക്റ്റീവ് ആവും, മോണിറ്റൈസേഷൻ കട്ടാവും, ആഡ്സെൻസ് കട്ടാവും. സാധാരണഗതിയിൽ മുമ്പത്തെ അപ്ഡേറ്റ് പ്രകാരം അങ്ങനെയായിരുന്നു. ഇപ്പൊ ആ ഒരു അപ്ഡേറ്റ് മാറ്റം വന്നു. എന്താന്ന് വെച്ചാൽ ഗുഡ് ന്യൂസ് എന്നല്ല, ബാഡ് ന്യൂസ് തന്നെ. 2 മാസത്തെ ടൈം, വെറും 60 ദിവസത്തെ ടൈമാണ് തന്നിരിക്കുന്നത്. നിങ്ങളുടെ ചാനൽ 2 മാസത്തിന്റെ ഉള്ളിൽ, 60 ദിവസത്തിന്റെ ഉള്ളിൽ നിങ്ങളുടെ കമ്മ്യൂണിറ്റി ടാബ് ഇടാതിരിക്കുകയോ വീഡിയോസ് ചെയ്യാതിരിക്കുകയോ അതിലൊരു ആക്ടിവിറ്റീസ് ചെയ്യാതിരിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ മോണിറ്റൈസേഷൻ കട്ടാവുന്നതായിരിക്കും, മോണിറ്റൈസേഷൻ ഓഫ് ആവുന്നതായിരിക്കും. ഓക്കെ, ബാഡ് അപ്ഡേറ്റ് ആണ്. കാരണം ചിലവർക്കൊക്കെ എന്തെങ്കിലും ഇപ്പോൾ ലേഡീസ് തന്നെ ആയിക്കോട്ടെ, പ്രസവവും കാര്യങ്ങളൊക്കെ ആയിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടായിട്ടൊക്കെ ചിലപ്പോൾ എന്തെങ്കിലും ഹോസ്പിറ്റൽ കാര്യം അങ്ങനെയൊക്കെ ഒരുപാട് പേര് ബുദ്ധിമുട്ട് 8 മാസമൊക്കെ ശരി, 6 മാസമൊക്കെ ശരി, 6 മാസമൊക്കെ വിട്ടു നിൽക്കുകയാണെങ്കിൽ അത് കട്ടാക്കിക്കോട്ടെ. പക്ഷെ ഇതൊരു ശരിക്കും പറഞ്ഞാൽ ഒരു 2 മാസത്തെ ഗ്യാപ്പിൽ ഒന്നും ചെയ്തില്ലെങ്കിൽ മോണിറ്റൈസേഷൻ കട്ടാക്കും എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അതായത് വളരെ സങ്കടകരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അതാണ് വന്നിരിക്കുന്നത് കേട്ടോ. 60 ദിവസത്തിന്റെ ഉള്ളിൽ എന്തെങ്കിലും കമൗണ്ട് ടാബോ വീഡിയോസ് ഒക്കെ ഇട്ടിരിക്കണം. മൂന്നാമത്തെ ഓപ്ഷൻ പിൻ വെരിഫിക്കേഷനുമായി ബന്ധപ്പെട്ട് പുതിയൊരു പേജാണ് വന്നിരിക്കുന്നത്. അവിടെ തന്നെ വെരിഫൈ നോ പറഞ്ഞിട്ടുള്ള ആ ഒരു ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് പിൻ നമ്പർ വന്നിട്ടുണ്ടാവും, വീട്ടിലോട്ട് വരും. ആ ഒരു നമ്പർ എൻ്റർ ചെയ്യണതിന്റെ പുതിയ പേജസ് ആണ് വന്നിരിക്കുന്നത്. ആരും ടെൻഷൻ ആവേണ്ട കാര്യമില്ല, ഇത്തരത്തിലുള്ള ഒരു പേജാണ് വരുന്നത്. അപ്പോൾ അത് വന്നിട്ടുണ്ടല്ലോ, ഇത് എന്തുകൊണ്ടാണ് ഈ പേജ് ഇങ്ങനെയല്ലല്ലോ എന്ന് ടെൻഷൻ ആവേണ്ട കാര്യമില്ല. അതുകൊണ്ടാണ് അത് പറയുന്നത്. നാലാമത്തെ അപ്ഡേറ്റും ബാഡ് അപ്ഡേറ്റ് ആണ് ഷോർട്സ് ഫണ്ടിന്റെ. ഷോർട്ട് ഫണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും നല്ല ശരാശരി വരുമാനം ലഭിക്കുന്ന ഒരു സംഭവം തന്നെയാണ് ഷോർട്സ് വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്നതിലൂടെ ക്രിയേറ്ററിന് ലഭിച്ചുകൊണ്ടിരുന്നത്. ഈ ഒരു ഷോർട്ട് ഫണ്ട് താരതമ്യ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതായത് ഈ വർഷം ലാസ്റ്റോട് കൂടി ഏകദേശം 4 മാസത്തോളം ഇനിയുണ്ട്. അപ്പോൾ ഡിസംബർ 31 കൂടിയിട്ട് കുറഞ്ഞുകൊണ്ട് വരുന്നതായിരിക്കും. അതുപോലെ തന്നെ അതിന്റെ ശേഷം അപ്ഡേറ്റ് വരുമോ, ഇതിൽ ഫണ്ട് റീഫണ്ട് ആക്കി കൂടുതൽ ക്യാഷ് ആഡ് ചെയ്തുകൊണ്ട് ഇനിയും പ്രോത്സാഹനമായിട്ട് നമ്മുടെ ഈ ഷോർട്സ് ക്രിയേറ്റ് ചെയ്യുന്നവർക്ക് കൊടുക്കുമോ എന്നുള്ളത് നമുക്ക് ഡിസംബർ 31 കഴിഞ്ഞ ശേഷം നോക്കി കാണാനേ സാധിക്കുള്ളൂ. അതല്ലാത്ത പക്ഷം ഈ $100 മില്യൺ എല്ലാവർക്കും കൊടുക്കുന്നതായിരിക്കും, ഷെയർ ചെയ്യുന്നതായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആ ഒരു ഫണ്ടിന്റെ കാലാവധി കഴിഞ്ഞു. ആ ഫണ്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കഴിഞ്ഞു എന്നുള്ള രീതിക്കാണ് വരുന്നത്. ഇനി അത് ആഡ് ആവണം. അതായത് കൂടുതൽ ഫണ്ട് ഇത്തരത്തിൽ ആഡ് ആയിക്കൊണ്ട് ഒരുപാട് ക്രിയേറ്റേഴ്സിനെ എന്തായാലും മോട്ടിവേഷൻ ചെയ്യണം. കാരണം കൊടുക്കുന്നത് കുറഞ്ഞാൽ തീർച്ചയായിട്ടും വീഡിയോസ് ചെയ്യുന്നത് കുറയും. അപ്പൊ എന്തായാലും അത് കുറയ്ക്കാൻ സാധ്യതയില്ല. എന്നിരുന്നാലും ഫണ്ട് താരതമ്യേന കുറഞ്ഞു വരുന്നുണ്ട്. ഒരുപാട് ക്രിയേറ്റേഴ്സിന് കിട്ടാതെ വരുന്നുണ്ട്. മില്യൺ കണക്കിന് വ്യൂസ് ഉണ്ടെങ്കിലും അത് കിട്ടാതെ വന്നിട്ടുള്ള ചരിത്രവും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് പേർക്ക് കിട്ടാത്തത് കൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ ഷോർട്ട് ഫണ്ടിന്റെ ആ ഒരു മൂല്യം കുറഞ്ഞു വരുന്നു എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഷോർട്സ് വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്നവർക്ക് വിഷമം ഉണ്ടാക്കുന്ന കാര്യമാണ്. അപ്പോൾ തുടർന്ന് പോകുക. ഇതിന്റെ അപ്ഡേറ്റ് എന്തായാലും വരും ദിവസങ്ങളിൽ നമുക്ക് ലഭിക്കും. ഷോർട്ട് ഫണ്ട് ഈ ഡിസംബറോട് 4 മാസത്തെ ടൈമേ ഉള്ളൂ. അതോടുകൂടി ഇത് അവസാനിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ക്രിയേറ്റേഴ്സ് എന്തായാലും വീഡിയോസ് ക്രിയേറ്റ് ചെയ്യുന്നവർ ആ താല്പര്യത്തോട് ക്രിയേറ്റ് ചെയ്യും. പക്ഷെ ഷോർട്ട് ഫണ്ട് കൊടുക്കാണ്ട് അവരെന്തായാലും നിൽക്കൂല. കാരണം അത് എന്തായാലും ആഡ് ചെയ്യും. കാരണം ഒരിക്കൽ ഫണ്ട് കൊടുത്തത് ഇനി ആഡ് ചെയ്യട്ടെ എന്നുള്ള ആ ഒരു ശുഭാപ്തി വിശ്വാസത്തോടു കൂടി തന്നെ വർക്ക് ചെയ്യാം. നല്ല രീതിയിൽ തന്നെ എഫേർട്ട് എടുത്ത് തന്നെയാണ് ഈ ഷോർട്സ് വീഡിയോ ക്രിയേറ്റ് ചെയ്യാറുള്ളത്. അപ്പൊ ഈ ഒരു ബാഡ് ന്യൂസും കൂടി ഇതിലൂടെ അവതരിപ്പിച്ചു എന്ന് മാത്രം. പിന്നെ നിങ്ങൾ ഒന്ന് മനസ്സിലാക്കണം, വൈറ്റി സ്റ്റുഡിയോ എന്നുള്ള പേജ് അതിൽ പ്ലേ ലിസ്റ്റ് നമ്മുടെ ചേഞ്ചസ് വന്നിട്ടുണ്ട്. ഇപ്പോൾ വൈറ്റി സ്റ്റുഡിയോയിൽ കാണുന്നത് അവിടെ കണ്ടന്റ് എന്നുള്ള ഒരു പേജാണ്. അതായത് ഇപ്പൊ പുതിയൊരു പേജിൽ ഏറ്റവും താഴെ കണ്ടന്റ് എന്നുള്ള ഓപ്ഷനാണ്. ഈ കണ്ടന്റിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഏറ്റവും റൈറ്റ് സൈഡ് ഏറ്റവും ലാസ്റ്റ് ആയിട്ട് പ്ലേ ലിസ്റ്റ് ഒന്നും നിങ്ങൾക്ക് കാണാൻ കഴിയും. അപ്പൊ നമ്മുടെ വീഡിയോസിന്റെ പ്ലേ ലിസ്റ്റ് കാര്യങ്ങളൊക്കെ നോക്കാൻ ഇത്തരത്തിൽ അവിടെയാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. സാധാരണഗതിയിൽ മുമ്പത്തെ സ്ഥിതിയിൽ ഈ കണ്ടന്റിന്റെ ഏറ്റവും ലാസ്റ്റ് തന്നെ ഈ ഭാഗത്ത് തന്നെ പ്ലേ ലിസ്റ്റ് ഒന്നും ഉണ്ടായിരുന്നു. ഓക്കെ, ഇപ്പൊ ആ ഒരു പേജ് മാറിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇങ്ങനെ അനലിറ്റിക്സിന്റെ ഈ ഒരു വൈറ്റി സ്റ്റുഡിയോന്റെ പേജ് മാറ്റം വന്നിട്ടുണ്ട്. അപ്പോൾ അതും കൂടി ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളെ അറിയിച്ചതാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു അപ്ഡേറ്റിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായവും അതുപോലെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആളാണ് തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ കമന്റായി പിൻ ചെയ്ത ചാനലിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയുമായി വരുന്നവരെ ജയ് ഹിന്ദ്.